എന്നെ കണ്ടിട്ട് എന്തേലും പന്തികേട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തോന്നും. ഇന്നലെ കണ്ട ഭംഗി ഇന്നെനിക്ക് നിങ്ങൾ കാണുന്നില്ലേ? അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഉറങ്ങി ഇപ്പം ഇങ്ങനെ എഴുന്നേറ്റതേ ഉള്ളൂ. സമയം 6:30 മണി. അപ്പം നമ്മളൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള എന്താ പറയുക വീഡിയോസിൻ്റെ കമൻറ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ. എന്തൊക്കെയാ ആർക്കൊക്കെയാ പറയാനുള്ളതെന്നും നെഗറ്റീവ് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളതും ഒക്കെ ഒന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കിയതാണ്. അപ്പം അതിൽ 2 ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ ടാട്ടൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ കരുണേട്ടൻ്റെ കൂടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു കമൻറ്റ്. അപ്പോൾ ആ കമൻറ്റിന് മറുപടി ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല, പറയേണ്ടതാരാണ്? കരുണേട്ടനാണ്. അപ്പം നമുക്ക് ടാട്ടനോട് ചോദിച്ചു നോക്കാം, ടാട്ടൻ എന്താണ് ആ ഒരു കമൻറ്റിന് മറുപടി പറയാനുള്ളത് എന്നുള്ളത്. ടാട്ടനെ KSRTCയിൽ കുറേ ലീവായിട്ടുണ്ട്. അപ്പം ലീവ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പണി പോകുന്ന വഴി കാണൂല പിള്ളേച്ച എന്ന് മനസ്സിലായപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തുടങ്ങിയ റെഡിയാക്കലാ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് പിന്നെയും ആ കാര്യങ്ങളൊക്കെ ഇന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പം ടാട്ടൻ്റെ അടുത്ത് പോയിട്ട് ടാട്ടൻ ആദ്യം ഈ കമൻ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ടാട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ ചോദിച്ചറിയുക എന്നുള്ളതല്ലേ ഉത്തരവാദിത്തം. ടട്ടടോ 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 ടട്ടടോ. ഓക്കെ, കാലിക്കറ്റ്. ഈ കുണ്ണേട്ടൻ ആളെ കൊല്ലുന്ന ബസ്സിലാണോ ജോലി? ഇതാരാ? ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടിട്ടില്ലായിരുന്നോ? ടട്ടടോ. RK കാലിക്കറ്റ് കാണിച്ചിനോ? അല്ല, ഞാൻ സ്ക്രീനിൽ വെച്ചോളാം. എങ്ങനെ? സൈഡില് അത് കാണിക്കണ്ട. ടാട്ടന് പറയാനുള്ളത് എന്താ വെച്ചാ ഈ കുണ്ണേട്ടൻ എന്നാണ് ഇന്നെ അഭിസംബോധന ചെയ്ത ഈ RK കാലിക്കറ്റ്. എന്നെ വിളിച്ചതിന് കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞോളാം. പിന്നെ ആളെ കൊല്ലുന്ന ബസ്സിൽ ആണോ ജോലി? ഓൻ്റെ തന്തയാ ആളെ കൊല്ലുന്ന ബസ് ഇറക്കിയത്? അല്ല ഡാഷ് മോനെ. എന്നാ എന്ത് പേരെടുത്ത് വിളിക്കണമെങ്കിൽ അറിയണ്ട. കാരണം ഒരു ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയത് RK കാലിക്കറ്റ് എന്നും പറഞ്ഞിട്ട്. അത് ഒറിജിനലാണോ എന്ന് പോലും അറിയില്ല. അപ്പം ഈ RK കാലിക്കറ്റ് എന്ന് പറയുന്ന കുണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് ഈ കുണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ഇട്ട് ഏട്ടനോട്, നല്ല തന്തയ്ക്ക് വെറുക്കാത്ത മോനെ, ഏത് റൂട്ടിലാണ് ആളെ കൊല്ലുന്ന ബസ്സിൽ ഡ്രൈവർമാരുള്ളത്? ഇനി ഒരു ദിവസം പോട്ടെ, കണ്ണൂർ കോഴിക്കോടോ കുറ്റ്യാടി കോഴിക്കോടോ ഒരു ദിവസം നീ സമയത്തിന് എത്തിച്ചിട്ട് മെല്ലെ, അതായത് ഒരു 40, 50, 60 ആ സ്പീഡിൽ എത്തിച്ചിട്ട് ഒന്ന് ട്രിപ്പ് എടുത്ത് കാണിച്ചുകൊണ്ടാ. പിന്നെ ആളെ കൊല്ലുന്നതെന്ന് പറഞ്ഞത്, ഞങ്ങൾ ആരെയും കൊല്ലാൻ വേണ്ടിയിട്ട് രാവിലെ കുളിച്ച് പുറപ്പെട്ടിട്ട് പഠിച്ചവനെ ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്, ഡ്രൈവർ ഡ്യൂട്ടിയാണ്, ഇന്ന് ആരെങ്കിലും ഒരാളെ കൊല്ലണേ എന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ ആരും വരുന്നത്. ഞങ്ങൾ ആരെന്ന് പറഞ്ഞാൽ ഞാൻ പോട്ടെ, ഏതൊരു ഡ്രൈവർമാരും ഒരാളെ കൊല്ലണം വിചാരിച്ചിട്ടല്ല വരുന്നത്. അതുകൊണ്ട് ഈ കുണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് കുണ്ണേട്ടനോട് ഒന്നേ പറയാനുള്ളൂ, അന്നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് വളയം പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഡ്രൈവർമാർ. നീയൊക്കെ ഈ കുണ്ണ എന്നും ഈ ആളെ കൊല്ലുന്ന ബസ്സിൽ ഉള്ള ഡ്രൈവർ എന്നും അഭിസംബോധന ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം. നിൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ, അതിന് ആംബുലൻസ് ആണെങ്കിൽ പോലും അതും ഒരു ഡ്രൈവറാണ്. അപ്പോൾ ഡ്രൈവർമാർ ഒരാൾ ജീവൻ കൊല്ലണം എന്ന് വെച്ചിട്ട് ആരും വരില്ല. ഇനിയിപ്പോൾ ഏതൊരു ഡ്രൈവർ ആണെങ്കിലും ഒരു നായ് കുറുകച്ചാടിയവൻ ബ്രേക്ക് ഔട്ടും. നായ എന്താ മനുഷ്യനെക്കാട്ടും വലിയ ജീവിയൊന്നുമല്ല, നായല്ലേ ചത്തോട്ടെ എന്ന് വിചാരിച്ചു വിടുന്നാൽ അങ്ങനെ ആരും ഒരു ഡ്രൈവർമാരും ചെയ്യൂല. അപ്പോൾ ഇന്നെ പറഞ്ഞതിന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, തന്തയ്ക്ക് പറക്കാത്ത കുണ്ണമോൻ പറഞ്ഞതിന് എനിക്കൊരു വിഷയമല്ല. അപ്പോൾ എല്ലാ ഡ്രൈവർമാരെ അടക്കി പറയുമ്പം നായിൻ്റെ മോനെ നീ ഒന്ന് ചിന്തിക്കണം. ഡ്രൈവർമാരെന്ന് പറയുന്നത് അന്നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവരെ വീട്ടിലേക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ്. ഈ ഡ്രൈവർമാരില്ലെങ്കിൽ ഇനിയൊന്നും ഏടെയല്ല. എനിക്കൊരു ടാക്സി വിളിച്ചിട്ട് ഇടയ്ക്കെങ്കിലും പോകണമെങ്കിലും ഡ്രൈവർ വേണം. ഇനിയിപ്പം ഇനി വിചാരിക്കും ഞാൻ എൻ്റെ സ്വന്തം കാർ എടുത്ത് പോകുന്നു,
ഒരു ഫ്ലൈറ്റ് വിളിച്ചു പോകണം, അതിലും പൈലറ്റ് എന്ന് പറയുന്നത് ഡ്രൈവറാ. നീ ഫ്ലൈറ്റ് സ്വന്തമായിട്ട് അങ്ങ് എടുത്ത് പോവോ? പിന്നെ ട്രെയിൻ ഓടിക്കുന്നതും ഡ്രൈവറാ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വണ്ടി ഏതൊരു വാഹനം ഡ്രൈവറാണത്. ഡ്രൈവറാണ്. ഓരോരുത്തർക്കും ഓരോ പേരുണ്ടെന്നേ ഉള്ളൂ. അപ്പം മോനൊരു കാര്യം ചെയ്യാം, ഈ RK കാലിക്കറ്റ് എന്ന് പറഞ്ഞ കുണ്ണമോനെ, നീ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറും കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നീ എന്നെ വിളിക്ക്. ഈ ഡ്രൈവറെ പറ്റി പറഞ്ഞതിനെ കൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഈ ഡ്രൈവർമാർ ഒരാളെയും കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നേരം വരെ പണിയെടുത്തിട്ടില്ല. ആക്ഷേപിക്കരുത്. എല്ലാ ഡ്രൈവർമാരും ഒന്നും വേണ്ട, എത്ര ആംബുലൻസിലെ ഡ്രൈവർമാരാണ് അന്നേരം ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ ജീവൻ വരെ മരണം പാച്ചിൽ കഴിഞ്ഞ് ഓരോ ജീവൻ വരെ മാറ്റി വെച്ചിട്ട് ആ പാച്ചിലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ആ ആംബുലൻസിലെ ഡ്രൈവർ മരിക്കുന്നു. ആ ആംബുലൻസിലെ ഡ്രൈവർക്ക് നിർബന്ധമായിട്ട് അറിയാം, അമ്മാരി സ്പീഡ് പോകുമ്പോൾ ആ ഡ്രൈവർക്ക്, ആ വണ്ടി ഓടിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ ബാക്കിലുള്ള, അതായത് അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ആ ആളെ രക്ഷിക്കണം എന്നുള്ളത് മാത്രമേ അയാൾക്ക് ഒരിതുള്ളൂ. അപ്പം അത്രത്തോളം ചെയ്യുന്ന ഡ്രൈവർമാരാ ഈ ഒരു വാക്കുകൊണ്ട് ആളെ കൊല്ലുന്ന ബസ്സിലാണോ എന്ന് ചോദിക്കുന്ന നായിൻ്റെ മോനെ, നീയൊക്കെ തന്തയ്ക്ക് തന്നെ ഉണ്ടായതാണോടാ? ഡ്രൈവർമാരെ പറ്റി ഇങ്ങനെ പറയാൻ എനിക്ക് എന്താ അർഹതയുള്ളത്? ഒരു ദിവസം നീ ഏതെങ്കിലും ഒരു റൂട്ടിൽ പോയിട്ടൊന്ന് പണിയെടുത്ത് നോക്ക്. നീന്നല്ല, ഏതോ റൂട്ടിലും പറയുന്ന ആൾക്കാരൊന്ന് വണ്ടി എടുത്തൊന്ന് പുറത്ത് പോയി നോക്ക്. ഒരു സ്ഥലത്ത് നിന്ന്, അതായത് ഒരു സ്റ്റാൻഡിൽ നിന്ന് വേറൊരു സ്റ്റാൻഡിലേക്ക് എത്തണമെങ്കിൽ ആളെ കയറ്റണം, ഇറക്കണം, സ്റ്റോപ്പ്, അതിൻ്റെ ഇടയിൽ കൂടി രണ്ട് സൈഡിലും പാർക്ക് ചെയ്ത വണ്ടി, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി, നമ്മളെ റൂട്ടിൽ പോകുന്ന വണ്ടി, ഇതൊക്കെ കടന്നിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റാൻഡിൽ കയറാനും ആളെ ഇറക്കാനും കയറ്റാനും സമയത്തിന് എത്താനും. അതിൻ്റെ ഇടയിൽ KSRTC, അതും നോക്കണം. ഇനിയിപ്പോൾ പ്രൈവറ്റ് ബസ്സാണെങ്കിൽ KSRTC നോക്കണം, KSRTC ആണെങ്കിൽ പ്രൈവറ്റും നോക്കണം. ഇതൊക്കെ കഷ്ടപ്പെട്ട് ഓടിക്കുന്ന ഡ്രൈവർമാർ, KSRTCയിലെ ഡ്രൈവർമാരും കണക്കാ. ഓരും അന്നേരം അന്നത്തിന് വേണ്ടി വരുന്ന, ഓരും ആരെ കൊല്ലാനൊന്നും വരുന്നില്ല. എന്താ KSRTC തട്ടി ആരും മരിക്കുന്നില്ല? എത്ര പ്ലെയിൻ ക്രാഷ് ആയിട്ട് എത്ര ആൾക്കാർ മരിക്കുന്നു? അതിലുള്ള പ്ലെയിനിലുള്ള ആൾക്കാരൊക്കെ ഈ ആളെ കൊല്ലുന്ന ആൾക്കാരാ. അതുകൊണ്ട് പുന്നാര പൂ മോനെ, മോനെ, RK കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഈ ID-യിലെ ഡാഷ്മോനോട് മാത്രം ഞാൻ എൻ്റെ നമ്പറും കൂടി ഞാൻ ജസ്മോനോട് പറഞ്ഞിട്ട് ഇതിൻ്റെ താഴത്തിടാം. എനിക്ക് പറ്റിയെങ്കിൽ ഇങ്ങനെ വിളിക്ക്. ഇനി മേല തന്തയ്ക്ക് പറഞ്ഞ ആരും ഡ്രൈവർമാരെ പറ്റി പറയില്ല, അത് പണിയെടുത്താൽ. പിന്നെ അതിനെപ്പറ്റി അറിയാത്ത തന്തയ്ക്ക് പറക്കാത്ത ആൾക്കാർ പറയും. അത് ആദ്യം ഡ്രൈവർ പണി ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ സുല, ഈ ഡ്രൈവർ പണി എന്ന് പറയുന്നത് അത്രക്ക് മോശപ്പെട്ട പണിയാണ് എന്നുള്ള ചിന്താഗതിയുള്ള ചില ചേട്ടന്മാർ, ഈ RK കാലിക്കറ്റ് എന്ന പോലുള്ള ചില ചേട്ടന്മാർ, അവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ എഴുതിയിടാൻ പറ്റുള്ളൂ. ഒരു ഡ്രൈവർമാരുടെ സമരം വന്നാൽ മതി, നിങ്ങളൊക്കെ എങ്ങോട്ട് പോകും മനുഷ്യന്മാരെ? സ്വന്തമായിട്ട് വെഹിക്കിളുള്ള ആൾക്കാരുണ്ട് എന്നുള്ള അഹങ്കാരത്തോടെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു തളർച്ച വരുന്ന സമയത്ത് മറ്റൊരു ഡ്രൈവറെ നിങ്ങൾ അവിടെ എന്താ പറയുക, ഹെൽപ്പ് ചോദിച്ചല്ലേ പറ്റുള്ളൂ. ഇവരാരും ഒരു ദിവസം അമ്മേ ഞാൻ ഇന്ന് ജോലിക്ക് പോയിട്ട് വരാം, വരുന്ന വഴിക്ക് 2 പേരെ കൊന്നിട്ടേ വരുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടല്ല അവർ പോകുന്നത്. എൻ്റെ വീട്ടിൽ ഡ്രൈവർ ഇവനായിട്ടുണ്ട്. ഞാൻ ജനിച്ച് വളർന്നത് ഒരു ഡ്രൈവറുടെ മകളായിട്ടാണ്. ഞാൻ കണ്ടു വളർന്നു വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഇവർ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ചായയും കുടിച്ച് പ്രാർത്ഥനയോടുകൂടിയാണ് പുറത്തിറങ്ങാറുള്ളത്. ഒരു തട്ടലും മുട്ടലും ഇല്ലാതെ, ഒരു പ്രശ്നങ്ങളും കൂടാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തി വരണേ എന്നുള്ള പ്രാർത്ഥനയാണ് അവർക്ക് ഉണ്ടാവാറ്. അപ്പോൾ അത്രത്തോളം ഈ ഡ്രൈവർമാരെ ഒന്നടങ്കം ആക്ഷേപിച്ച ഈ ഒരു ചേട്ടനോട്, ചേട്ടൻ്റെ കുടുംബത്തിലും ആരെങ്കിലും ഡ്രൈവർമാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാ ബസ്സുകാരും ഈ കാലൻ്റെ പണിയെടുക്കുന്നവരാണ് എന്നുള്ളൊരു ചിന്താഗതിക്കാരുണ്ടല്ലോ, അതങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമല്ലേ നിങ്ങൾക്കൊക്കെ ഉള്ളൂ. എന്തിനാണ് ഇവർ ജീവിച്ച് പൊക്കോട്ടെ, അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ, അവരാരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. പിന്നെ റോഡായ വണ്ടിയായാൽ തട്ടിയും മുട്ടിയും ഒക്കെ ചെയ്യും. അത് ബസ് എന്നില്ല, ലോറി എന്നില്ല, 2 വീലർ സഹിതം തട്ടിയും മുട്ടിയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതിൽ ഈ ബസ്സുകാരെ മാത്രം നിങ്ങൾ എടുത്തു വെച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ആ ബസ്സിൻ്റെ കാര്യം ബസ്സിൻ്റെ ഓടിക്കുന്ന ആൾ തന്നെ പറയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവനെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിച്ചത്. അതുകൊണ്ട് ഇതേപോലെയുള്ള എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കൂ, അവൻ തന്നെ നിങ്ങൾക്ക് മറുപടി തരും. അതാണ് അതിൻ്റെ ഉള്ളത്. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റൈറ്റ് ഉണ്ട്. ഞാനും ഒരു ഡ്രൈവറാണ്, ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ്.
അപ്പം അതുകൊണ്ട് എനിക്കിതിൽ സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാത്ത ദിവസം അവരൊക്കെയാണ് ഇത് സംസാരിക്കാനുള്ള റൈറ്റ് ഉള്ളത്. ഈ ഡ്രൈവർമാർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. കുടുംബത്തെ കാണുന്നത് തന്നെ വളരെ റെയറായിട്ടാണ് മക്കളെയൊക്കെ കാണുന്നത്. ഈ 12 മണിയൊക്കെ ആവും വീട്ടിൽ പണി കഴിഞ്ഞ് തിരിച്ചെത്താൻ. അപ്പോഴേക്കും സ്വന്തം കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. തിരിച്ച് പുലർച്ചെ 4 മണി 5 മണിക്ക് ഡ്യൂട്ടിക്ക് പോവും. അപ്പോൾ പിള്ളേർ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. വല്ലപ്പോഴും ഒരു ദിവസം ലീവ് കിട്ടുകയാണെങ്കിലാണ് ഈ ഡ്രൈവർമാർ മക്കളെ പോലും കാണുന്നത്. അത്രത്തോളം ആത്മാർത്ഥതയുള്ള ഒരു ജോലി എന്ന് പറയുന്നത് അത് ഡ്രൈവിങ് തന്നെയാണ്. ഏതോ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാത്തിലും നമുക്ക് പറ്റിക്കൽസ് നടക്കാം, പക്ഷേ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം പറ്റിക്കൽസ് നടത്താൻ പറ്റൂല. കാരണം അവരൊന്ന് വിചാരിച്ചാൽ ഒരു ക്ലച്ച് അമർത്താതിരുന്ന, ഒരു ബ്രേക്ക് ചവിട്ടാതിരുന്ന എല്ലാവരുടെ ജീവനും അവിടെ പോകുന്നു. ഒരു ഡ്രൈവറും ബ്രേക്കും ക്ലച്ചൊന്നും ചവിട്ടാതിരിക്കൂല. കാരണം അവർക്കറിയാം അവരെ താങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ ബാക്കിലിരിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലും ഓർക്കാതെ ഇങ്ങനെ നികഷ്ടമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരോട് അതൊന്നും ഒഴിവാക്കിക്കൂടെ? നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെ കുത്തുവാക്കുകൾ പറയാതിരുന്നാൽ മതി. അതും പറഞ്ഞുകൊണ്ട് ബൈ ദ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം, കൂടെ അരുൺ ബഷീറും കൂടിയായിട്ട് ടാറ്റാ. വീണ്ടും സന്ധിക്കും വരെ വണക്കം. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് നേരെയാണ്. ഹാവ് എ നൈസ് ഡേ നേരെയാണ്. ഓക്കേ.